അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഫലപ്രദമാക്കാൻ കർമ്മം തരുന്നതായി ട്രാഫിക് വാർഡന്മാർ. 20ഓളം ട്രാഫിക് വാർഡന്മാരാണ് നഗരത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നത്. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഫലപ്രദമാക്കാൻ കർമ്മനിരതരായി ട്രാഫിക് വാർഡന്മാർ. ഗതാഗതം സുഗമമായി നിയന്ത്രിക്കാൻ മെട്രോ നഗരങ്ങളിൽ ഗതാഗതം നിയന്ത്രിച്ച് പരിചയമുള്ള 20ഓളം ട്രാഫിക് വാർഡന്മാരെയാണ് നഗരത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. വിമുക്ത ഭടന്മാർ, ട്രാഫിക് വാർഡൻ ഡ്യൂട്ടി ചെയ്ത് പരിചയമുള്ള വനിതകൾ തുടങ്ങിയവരാണ് നിരത്തിലിറങ്ങി സേവനമനുഷ്ഠിക്കുന്നത്. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസിന്റെ കീഴിലാണ് വാർഡന്മാരുടെ പ്രവർത്തനം. നഗരത്തിലുടനീളം വൺ വേ സമ്പ്രദായം, ബൈപ്പാസ് സംവിധാനം തുടങ്ങിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ നിരത്തിലിറങ്ങുന്ന വാഹനയാത്രക്കാർ ദിശയറിയാതെ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ സംയോജിതമായി ഇടപെട്ട് യഥാക്രമം നിർദ്ദേശങ്ങൾ നൽകി ട്രാഫിക് വാർഡന്മാർ ആശ്വാസമാകുകയാണ്. റോഡുകൾ സംയോജിക്കുന്ന എല്ലാ കവലകളിലും വാർഡന്മാരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ട്രാഫിക് വാർഡന്മാരും ചെയ്യുന്നതെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ട്രാഫിക് SI KP സിദ്ദിഖ് പറഞ്ഞു. 20ഓളം ട്രാഫിക് വാർഡന്മാരെടുത്തിട്ടുണ്ട്. അവർ എറണാകുളം സിറ്റിയിലെല്ലാം വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകളാണ്. അവർ വർക്ക് വളരെ സുരക്ഷിതമായ വർക്ക് അവർ ചെയ്യുന്നത്. കാരണം പോലീസിന്റെ അതേ ഡ്യൂട്ടി തന്നെയാണ് ട്രാഫിക് വാർഡന്മാരും ഈ കനത്ത ചൂടിലും മഴയത്തും എല്ലാം ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സമയം പാലിച്ച് വാഹനം ഓടിക്കണമെന്നുള്ളതാണ് അവൻ്റെ അഭ്യർത്ഥന. പല സ്ഥലത്തും പല ആളുകളും അവരായിട്ട് തട്ടിക്കയറുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കി പോലീസിൻ്റെ അതേ ഡ്യൂട്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് അവർ നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഈ മൂവാറ്റുപുഴ ടൗണിൻ്റെ ജോലി അവസാനിപ്പിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് മുന്നേറാം. ട്രാഫിക് വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ വാഹനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരോട് നിങ്ങൾ സഹകരിക്കണം. വികസന പ്രവർത്തനങ്ങളാലും ഗതാഗത ക്രമീകരണങ്ങളാലും നഗരത്തിൽ ഗതാഗതം സ്തംഭിക്കുമ്പോൾ നിരത്തിലുള്ള ട്രാഫിക് വാർഡന്മാരുടെ സേവനം അഭിനന്ദനാർഹമാണ്. എന്നാൽ ഇവരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുള്ള ചിലരുടെ പ്രവർത്തനങ്ങൾ ഗതാഗത കുരുക്കിനും സുഗമമായ വാഹനങ്ങളുടെ സഞ്ചാര തടസ്സത്തിനും ചിലപ്പോഴെങ്കിലും കാരണമാകാറുണ്ട്. കത്തുന്ന വെയിലിലും കാറ്റിലും മഴയിലുമുള്ള കർമ്മനിരതരായുള്ള ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് പൂർണ്ണമായുള്ള ഗതാഗത നിയന്ത്രണത്തിനിടയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലും മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതം സുഗമമായി നടക്കുന്നത്. കരാറടിസ്ഥാനത്തിൽ 2 മാസത്തേക്കാണ് നിയമിച്ചിരിക്കുന്നതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇവരുടെ സേവനവും ദീർഘിപ്പിച്ചേക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ, ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ്, വൺ വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ.